വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ ഭയന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തനിക്ക് പറയാനുള്ളത് വേദിയിൽ പറയാമെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത്. പിന്നീട് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിക്കാത്ത തരത്തിലുള്ള തരം താഴ്ന്ന പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ എത്തി എന്നുള്ളതാണ് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കൊച്ചി മെട്രോ ഉദ്ഘാടന വേദിയിൽ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കയറിയപ്പോൾ കുമ്മനടി എന്ന വിശേഷണമാണ് സോഷ്യൽ മീഡിയ നൽകിയത്. എന്നാൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തിയതിന് ചന്ദനടി എന്ന ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നത്. ഇത് സംബന്ധിച്ച് ചോദ്യങ്ങളെ ഭയന്നാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകാതിരുന്നത്. ആദ്യം കാണാമെന്ന് സമ്മതിച്ചുവെങ്കിലും പിന്നീട് മീഡിയ മാനേജർ എത്തി മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിനുശേഷം സംസ്ഥാന മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാർക്കുമെതിരെ ഒരു രാഷ്ട്രീയ നേതാവിന് യോജിക്കാത്ത തരത്തിലുള്ള വാക്കുകളാണ് പ്രസംഗവേദിയിൽ ഉന്നയിച്ചത്. അപ്പോൾ എനിക്ക് മുണ്ട് കൊടുക്കാനും പറയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും പറയും, മലയാളം സംസാരിക്കാനും പറയും, മലയാളത്തിൽ തെറി പറയാനും പറയും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിലെത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാഷ്ട്രീയ കോമാളിത്തരം കാട്ടി എന്നാണ് പൊതുവെ ഉയർന്നുവരുന്ന ആക്ഷേപം. ഇതിനെതിരെ മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇതിനെതിരെയാണ് നിലവാരമില്ലാത്ത ഭാഷയിൽ വീണ്ടും പ്രതികരണവുമായി രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴയിലെത്തിയത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലവാരമില്ലാത്ത പ്രസംഗത്തിനെതിരെ പ്രതികരണവുമായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും എത്തി. എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP വളരാത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രംഗം. ജനാധിപത്യത്തെ പുച്ഛിക്കുകയും ജനാധിപത്യത്തിന് ലെവലേശം വില കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ ഉദ്ഘാടന വേദിയിൽ നടത്തിയ പ്രകടനങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവിന് യോജിക്കാത്തതാണെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആലപ്പുഴയിൽ നിന്നും രക്ഷപ്പെട്ടത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.